ഇന്ത്യയിൽ 5 അടി 6 ഇഞ്ച് ഹൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയാം. 5 അടി 6 ഇഞ്ച് ഹൈറ്റ് നിങ്ങൾക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റീസ് അനുഭവിക്കേണ്ടി വരും. അത് ക്ലാസ്സിൻ്റെ ഉള്ളിലായിരിക്കാം, എന്തെങ്കിലും ഫങ്ഷൻസിനായിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കാരുടെ ഇടയിലായിരിക്കാം, ഫാമിലി ഫങ്ഷനായിരിക്കാം. എന്തുവാണെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ, ഒരു സർക്കിളിൽ നിന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈറ്റ് കുറവ്. സോ നിങ്ങൾക്ക് അതിൽ ഭയങ്കരധികം കോൺഫിഡൻസ് കുറവുണ്ടാവും. നിങ്ങളുടെ കോൺഫിഡൻസ് കുറയാൻ കാരണമാവും. അത് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഹൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ്റെ അത്ര ഹൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വളരെയധികം എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ട് ഇൻസെക്യൂരിറ്റീസ് വളരെയധികം തോന്നിക്കും. മറ്റുള്ളവരായിട്ട് നിങ്ങളുടെ ഹൈറ്റ് എപ്പോഴും നിങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് വളരെയധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. ഒരാൾ നിങ്ങൾക്ക് ഹൈറ്റ് കൂടിയ ഒരാളായിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനോ അവരായിട്ട് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാനോ, നിങ്ങൾക്ക് കൂടുതൽ ഹൈറ്റുള്ള ആളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പേടി ഉണ്ടാവുന്നു. അയാൾക്ക് നിങ്ങളെ പെട്ടെന്ന് ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അയാളുടെ അടുത്ത് പെട്ടെന്ന് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഹൈറ്റ് 5 അടി 6 ഇഞ്ച് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സൂപ്പർ ഫുഡാണ് മുരിങ്ങ പൗഡർ യൂസ് ചെയ്യുന്നുള്ളത്. ടീനേജേഴ്സ് മുരിങ്ങ പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റ് പെട്ടെന്ന് വളരുന്നതായിരിക്കും. അത് നല്ലൊരു ഫ്യൂവലായിരിക്കും. ക്വാളിറ്റിയുള്ള മുരിങ്ങ പൗഡർ വേണമെങ്കിൽ എൻ്റെ ബയോ ചെക്ക് ചെയ്ത് നോക്കുക. നല്ലൊരു പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബി ബ്രേവ് ബിക്കോസ് മെൻ ആർ ബ്രേവ്. ബി ബ്രേവ് ബിക്കോസ് മെൻ ആർ ബ്രേവ്. പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്, അവിടെ അച്ഛനും അമ്മയ്ക്ക് നല്ല പൊക്കമുണ്ട്, ഫാദറിനൊക്കെ നല്ല പൊക്കമുണ്ട്, പക്ഷേ അവർക്ക് അതിനനുസരിച്ചുള്ള ഹൈറ്റ് ഉണ്ടാവില്ല എന്ന്. അതിൻ്റെ അടിസ്ഥാന കാരണം ഞാൻ വിശ്വസിക്കുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. പുതിയ തരത്തിലുള്ള ലൈഫ് സ്റ്റൈല്, ഫാസ്റ്റ് ഫുഡ് കൾച്ചർ, സ്ക്രീനിങ്, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ ഫോണിൽ ഒരുപാട് നേരം ചെലവഴിക്കുന്നത്, ഇതെല്ലാം തന്നെ വളരെയധികം നിങ്ങളുടെ ഹൈറ്റിനെ ബാധിക്കുന്നതാണ്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവ് ഹൈറ്റിനെ ബാധിക്കുന്നതാണ്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഹൈറ്റിനെ ബാധിക്കുന്നതാണ്. വ്യായാമത്തിൻ്റെ കുറവ് ഹൈറ്റിനെ ബാധിക്കുന്നതാണ്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ഫുഡുകൾ. ഹൈറ്റിൻ്റെ ഡയറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് കാൽഷ്യം, പ്രോട്ടീൻ, കാൽഷ്യം. കാൽഷ്യം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൈറ്റ് ഇൻക്രീസ് ആവുന്നത്. റെഡ് മീറ്റ്, മുട്ട, പാല്, ഇലക്കറികൾ, മുരിങ്ങ, ചീര, കടല, പയറ്, പുളിയുള്ള പഴങ്ങൾ, ഇതിൽ മുട്ടയുടെയും പാലിൻ്റെ അളവ് നന്നായിട്ട് കൂട്ടി കഴിക്കുക. പ്രോട്ടീൻ, കാൽഷ്യം ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഈ ടീനേജേഴ്സിൻ്റെ ഡയറ്റിലൂടെ തന്നെ ഹൈറ്റ് വയ്ക്കും. പ്യൂബർട്ടി കഴിഞ്ഞിട്ട് ഹൈറ്റ് ട്രെയിനിങ് എടുക്കുന്ന ആളുകൾക്ക് ഒരു ഫ്യൂവലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ശ്രദ്ധിക്കണം, ഡയറ്റ് പ്രവർത്തിക്കുന്ന ഒരു ഫ്യൂവലായിട്ടാണ്. പക്ഷേ ടീനേജേഴ്സിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഡയറ്റിലൂടെ തന്നെ അത്യാവശ്യം ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ഈ ഗ്രോത്ത് പ്ലേറ്റ് ഓപ്പൺ ആയവർക്കും ക്ലോസ് ആയവർക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണത്. എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ട് പ്രോട്ടീൻ, കാൽഷ്യം ഡയറ്റ് ഫോളോ ചെയ്യാം. ഓക്കെ.